ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും വിവാഹത്തിൻ്റെ തലേ ദിവസം രാത്രി ഹരീഷും നീതുവും ഫോണിൽ സംസാരിക്കുന്നിടത്താണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പോൾ നീതു പറയുന്നുണ്ട് തൻ്റെ വീട്ടിൽ നിന്നും തന്നെ വിവാഹത്തിന് ക്ഷണിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ്. സുധീഷ് ഏട്ടനും ഏട്ടത്തെയും വീട്ടിൽ വന്ന് വിവാഹത്തിന് ക്ഷണിച്ച കാര്യം നീതു ഹരീഷിനോട് പറയുകയാണ്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വിളിക്കാതിരിക്കുമോ എന്ന്. കാരണം വിവാഹത്തിന് വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ് ഹരീഷ് പറയുന്നത്. അപ്പോഴാണ് നീതു അതിൻ്റെ കാരണം ചോദിക്കുന്നത്. സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും വിവാഹത്തിന് അനാവശ്യമായി ആളുകളെ കൂട്ടേണ്ട എന്ന തീരുമാനമാണെന്ന് ഹരീഷ് വ്യക്തമാക്കുന്നു. എന്നാൽ സംസാരത്തിനിടയിൽ ഇരുവരും തമ്മിൽ ചെറിയൊരു വഴക്കിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഹരീഷ് പറയുന്നത് താൻ വേറൊന്നും വിചാരിച്ചല്ല പറഞ്ഞതെന്നും ഇപ്പോൾ തന്നെ വഴക്കുണ്ടാക്കേണ്ടതും ആണ്. അതിന് നീതു പറയുന്നത് താൻ വഴക്കുണ്ടാക്കാനുള്ള മൂഡിലൊന്നുമല്ല എന്നാണ്. ഇത് കേട്ട ഹരീഷ് തമാശയായിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ വഴക്കുണ്ടാക്കാൻ ഒരു മൂഡൊക്കെ ഉണ്ടല്ലേ എന്ന്. അങ്ങനെ ചെറിയൊരു തർക്കത്തിന് ശേഷം സംസാരിക്കുന്നത് വീണ്ടും സുഭാഷിൻ്റെ വിവാഹത്തിലേക്കാണ്. സുഭാഷ് ഏട്ടൻ്റെ വിവാഹം നടക്കാൻ പോകുന്നതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് ഹരീഷ് പറയുന്നു. അതോടൊപ്പം തന്നെ സുഭാഷിൻ്റെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിവാഹമല്ലേ എന്ന് നീതു ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ രസകരമാണ്. നീതു, നീ എന്തേ ഇങ്ങനെ കല്യാണമല്ലാതെ നിൻ്റെ ജീവിതത്തിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലേ? നീതു അതിന് മറുപടി പറയുന്നത് തനിക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നും ഹരീഷിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലോ എന്നും പറഞ്ഞാണ്. അടുത്തത് കാർ കമ്പനി തുടങ്ങാൻ പോവുകയാണോ എന്നൊക്കെയാണ് നീതു കളിയാക്കുന്നത്. പക്ഷേ തനിക്കും ലക്ഷ്യങ്ങളുണ്ടെന്ന് ഹരീഷ് പറയുന്നു. അപ്പോഴാണ് നീതു തൻ്റെ വലിയൊരു ആഗ്രഹം പറയുന്നത്, എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങണം. അതിനുശേഷം ഹരീഷിൻ്റെ വീട്ടിലെ നല്ലൊരു മരുമകളായി ജീവിക്കണം. തനിക്ക് 21 വയസ്സായെന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണെന്നും നീതു പറയുകയാണ്. ഇവരുടെ ഈ സംഭാഷണം വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് വിവാഹത്തിൻ്റെ ചെലവിനെക്കുറിച്ചും ഇരുവരും സംസാരിക്കുന്നു. സുധീഷ് ഏട്ടൻ തന്നെയാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലും നോക്കുന്നതെന്ന് ഹരീഷ് പറയുന്നുണ്ട്. സുധീഷ് ഏട്ടനെ കൊണ്ട് സാധിക്കുന്നതിലധികം ഒന്നും ചെയ്യിക്കരുതെന്ന തീരുമാനത്തിലാണ് എല്ലാവരും. താനും ചില സ്ഥലങ്ങളിൽ കടമായിട്ട് പണം ചോദിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് പണം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നെല്ലാം ഹരീഷ് പറയുന്നുണ്ട്. അപ്പോഴാണ് നീതു ഹരീഷിൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്നത്. അനിയന്മാർ രണ്ടുപേരും നന്നായി സഹായിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ അച്ഛൻ ഒന്നും ചെയ്യുന്നില്ലയൊക്കെയാണ് നീതു പറയുന്നത്. എന്നാൽ ഹരീഷ് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ വേസ്റ്റ് ആണെന്നൊന്നും പറയേണ്ട നീതു, അച്ഛൻ തനിക്ക് വളരെയധികം ചെയ്തിട്ടുണ്ടെന്നും ഓട്ടോ പോലും പണയം വെച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഹരീഷ് പറയുന്നു. അതിന് പിന്നെയല്ലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. സുഭാഷ് ഏട്ടൻ്റെ അമ്മയുടെ മാലയും തൻ്റെ അമ്മയുടെ വളകളും അച്ഛൻ തനിക്ക് തന്നിരുന്നുവെന്ന് ഹരീഷ് പറയുന്നു. എന്നാൽ ആ വളകൾ താൻ സുഭാഷ് ഏട്ടന് കൊടുത്തു എന്നും ഹരീഷ് പറയുന്നുണ്ട്. ഇത് കേട്ട നിധുവിന് ചെറിയൊരു അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. എൻ്റെ അമ്മയുടെ സ്വർണത്തിന് എല്ലാവർക്കും അവകാശമുണ്ടല്ലോ, നീ അങ്ങനെ കിട്ടിയ വള എന്തിനാണ് സുഭാഷ് ഏട്ടന് കൊടുത്തത്? അപ്പോൾ നീതുവിൻ്റെ ചോദ്യം കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, ആ വള ചാന്ദിനിക്ക് കൊടുക്കാനാണ് എന്നാണ്. അപ്പോൾ നീതുവിൻ്റെ ചോദ്യം വളരെയധികം സ്വാഭാവികമാണ്. അതെ, എനിക്ക് വേണ്ടിയുള്ള വള ആയിരുന്നില്ലേ? പക്ഷേ ഹരീഷിന് അതൊന്നും മനസ്സിലാകുന്നില്ല. തൻ്റെ അമ്മയുടെ ആഭരണമാണ്, അച്ഛൻ തനിക്ക് തന്നതാണ്, താനത് തൻ്റെ ചേട്ടന് കൊടുത്തു, അതിൽ നീതു എവിടെ നിന്നാണ് വന്നതെന്നാണ് ഹരീഷ് ചോദിക്കുന്നത്. ഇതോടെ നീതു കൂടുതൽ വിഷമിക്കുകയും ഹരീഷിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വരാൻ പോകുന്ന മരുമകൾക്കാണ് നിങ്ങളുടെ അമ്മ ഓരോ ആഭരണങ്ങളും കൊടുത്തത്, അപ്പോൾ ആ വള എനിക്ക് വേണ്ടിയുള്ളതല്ലേ? എന്നാൽ ഹരീഷ് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. തനിക്ക് വേണ്ടത് എന്തായാലും വാങ്ങി തരുമെന്ന് ഹരീഷ് പറയുമ്പോൾ, നിന്റെ കടയിൽ വന്ന് ഒരു കോഫി ചോദിച്ചാൽ പോലും 3 തവണ പറയാതെ വാങ്ങി തരില്ലല്ലോ, നീയാണോ എനിക്ക് സ്വർണ്ണവള വാങ്ങി തരുന്നത് എന്ന നീതുവിൻ്റെ മറുപടി കേൾക്കുമ്പോൾ രംഗം വീണ്ടും രസകരമാവുകയാണ്. ഒടുവിൽ ഈ സംസാരത്തിൽ നീതുവിന് നല്ല ദേഷ്യം വരികയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഹരീഷ് സ്വയം പറയുകയാണ്, എനിക്കിതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? ഇതെല്ലാം അവളോട് പറയേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നെല്ലാം. അങ്ങനെ വിവാഹത്തിൻ്റെ തലേ ദിവസം തന്നെ ഹരീഷിനും നീതുവിനും ഇടയിൽ ചെറിയൊരു പിണക്കം ഉണ്ടാകുകയാണ്. അതിനുശേഷം കാണുന്നത് വിവാഹ ദിവസത്തെ ഒരുക്കങ്ങളാണ്. സുഭാഷിനെ ഒരുക്കുന്ന തിരക്കിലാണ് നികേഷും സുധീഷും ഹരീഷും. മുണ്ടും ഷർട്ടും ധരിച്ച് സുഭാഷ് വരുമ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ഒരുക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ മേക്കപ്പ് ചെയ്യാനായിട്ട് സുഭാഷിന് വലിയ താല്പര്യമൊന്നുമില്ല. അതൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ മതി എന്നാണ് സുഭാഷ് പറയുന്നത്. എന്നാൽ എല്ലാവരും ചേർന്ന് ഇന്ന് ഒരു ദിവസമെങ്കിലും പൗഡർ ഇടണമെന്ന് പറഞ്ഞ് സുഭാഷിനെ ഇരുത്തി ഒരുക്കുകയാണ്. അതിനിടയിൽ അവിനാശും എത്തുന്നു. അവിനാശിനെ കണ്ടപ്പോൾ തന്നെ ഭാസ്കരൻ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. സുഭാഷ് തന്നെ ഇവിടെ പിടിച്ചിരുത്തി റെഡിയാക്കിയാണെന്ന് തമാശയായിട്ട് പറയുന്നു. ഒടുവിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന സുഭാഷിനോട് എങ്ങനെയുണ്ടെന്ന് നികേഷ് ചോദിക്കുന്നു. സുഭാഷ് ആണെങ്കിൽ എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവിനാശും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട് എന്നാണ് അവിനാശ് പറയുന്നത്. അതോടെ സുഭാഷും സന്തോഷത്തിലാണ്. അതേസമയം മറുവശത്ത് ചാന്ദിനിയെയും വിവാഹത്തിനായിട്ട് ഒരുക്കുകയാണ് നിധി. ചാന്ദിനിയുടെ മുടിയിൽ മുല്ലപ്പൂ ചൂടി കൊടുക്കുന്നു. കടാടിയിൽ സ്വയം നോക്കുന്ന ചാന്ദിനിയോട് നിധി വളരെ സ്നേഹത്തോടെ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നു.
പിന്നീട് നിധി പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ നിധിയിലേക്കാണ്. പുതിയ പട്ടുസാരി ധരിച്ച് നിധി വരുന്നത് കണ്ട സുധീഷും നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിധി, നിനക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. സുധീഷ് വീണ്ടും നിധിയുടെ സാരി സൂപ്പറായിട്ടെന്ന് പറയുമ്പോൾ നിധി പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം നിധി സുഭാഷിനോട് കണ്ണടയ്ക്കാൻ പറയുന്നു. എന്തിനാണെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ടെങ്കിലും കണ്ണു തുറക്കരുതെന്നാണ് നിധി പറയുന്നത്. അങ്ങനെ സുഭാഷ് കണ്ണടച്ചിരിക്കുമ്പോൾ നിധി ചാന്ദിനിയെ കൂട്ടിക്കൊണ്ടുവരുന്നു. വിവാഹവേഷത്തിൽ ചാന്ദിനി സുഭാഷിൻ്റെ മുന്നിലേക്ക് എത്തുന്ന നിമിഷം വളരെയധികം മനോഹരമാണ്. സുഭാഷ് കണ്ണു തുറന്ന് ചാന്ദിനിയെ കാണുമ്പോൾ അത്ഭുതത്തോടെയും സന്തോഷത്തോടു കൂടിയും അവളെ നോക്കുകയാണ്. ചാന്ദിനി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പുഞ്ചിരിച്ചുകൊണ്ട് ബഹുത് അച്ഛ എന്ന് പറയുന്നു. അവിനാഷിനോടും ചാന്ദിനി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അവിനാഷ് നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയുമ്പോൾ അവിനാഷിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ്. അത് കണ്ട് ചാന്ദിനിയുടെയും കണ്ണുകൾ നിറയുന്നു. അവിനാഷിൻ്റെ തോളിലേക്ക് ചായുന്ന ചാന്ദിനിയെ അവിനാഷ് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ഇമോഷണൽ സീൻ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. പിന്നീട് ഫോട്ടോഗ്രാഫർ എത്തി സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും ഫോട്ടോസൊക്കെ എടുക്കുന്നു. എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളും എടുക്കുന്നുണ്ട്. ഭാസ്കരനും ഫോട്ടോയ്ക്ക് എത്തുന്നു. സുഭാഷ് തന്നെ ഭാസ്കരന് കസേരയിട്ട് കൊടുക്കുകയും എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെ വിവാഹത്തിനായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. ക്ഷേത്രത്തിലെത്തിയത് ശേഷവും സുഭാഷിന് വലിയ ധൃതിയാണ്. മുഹൂർത്തത്തിന് ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിലും സുഭാഷ് എല്ലാം റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഹരീഷും മറ്റുള്ളവരും ചിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ എന്ന് സുഭാഷിൻ്റെ മറുപടി കേൾക്കുമ്പോൾ സുഭാഷിൻ്റെ ആ നിഷ്കളത വീണ്ടും അവിടെ കാണാനായിട്ട് കഴിയും. ചാന്ദിനിയാണെങ്കിൽ ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ നിധി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തുപറ്റി ചാന്ദിനി, ചിരിക്കുക. നിധിയാണെങ്കിൽ ചാന്ദിനിയുടെ ഫോട്ടോ എടുക്കുകയും അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് നികേഷ് പറയുന്നത്, സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് എല്ലാവരും ഉണ്ടെങ്കിൽ ചാന്ദിനിയുടെ അടുത്ത് ഏട്ടത്തിയായി നിധി മാത്രമേ ഉള്ളൂ എന്നും അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ വിഷമം അവൾക്കുണ്ടാകുമെന്നും. ഇത് കേൾക്കുമ്പോൾ ചാന്ദിനിയുടെ മുഖത്തും ആ ഒരു വിഷമം കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം ഹരീഷും നീതുവും തമ്മിലുള്ള കാര്യവും നികേഷ് ചോദിക്കുന്നുണ്ട്. നീതു വിവാഹത്തിന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ സംസാരിച്ചിട്ട് ഫോൺ വെച്ചതിനാൽ വരുമോ എന്ന് അറിയില്ലെന്നാണ് ഹരീഷ് പറയുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ നീതു അവളുടെ അച്ഛനും അമ്മയ്ക്കൊപ്പം വിവാഹത്തിനെത്തുന്നു. നികേഷ് ഹരീഷിനോടതെ അങ്ങോട്ട് നോക്കിയെന്ന് പറയുമ്പോൾ ഹരീഷും സന്തോഷത്തോടെ നീതുവിനെ നോക്കുന്നു. തുടർന്ന് നീതു ഹരീഷിനോട് സംസാരിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഞാൻ വരില്ലെന്ന് നീ വിചാരിച്ചോ? നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട കല്യാണമല്ലേ ഇത് എന്ന് നീതു പറയുമ്പോൾ ഹരീഷിനും സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് നീതു ചാന്ദിനിയെ കാണാനായിട്ട് പോകുന്നു. ചാന്ദിനിയെ കണ്ടതും നീതു ഓടിയെത്തി അവളെ കെട്ടിപ്പിടിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ചാന്ദിനി, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ നീതുവും ചാന്ദിനിയും സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. നിധി ധരിച്ചിരിക്കുന്ന സാരിയെക്കുറിച്ചും നീതു സംസാരിക്കുന്നുണ്ട്. നീതുവിന് വേണ്ടി വാങ്ങിച്ച സാരി ഇഷ്ടപ്പെട്ടതിൽ നിധിക്കും സന്തോഷമാണ്. ഇതിനിടയിൽ ഹരീഷും നീതുവും തമ്മിലുള്ള പിണക്കം പൂർണ്ണമായിട്ടും മാറിയതായിട്ടാണ് തോന്നുന്നത്. പിന്നീട് വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് കൂടുതൽ ആളുകൾ എത്തുന്നു. അതിനിടയിൽ നിധി സാരിയിൽ തട്ടി വീഴാൻ പോകുമ്പോൾ സുധീഷ് അവളുടെ കയ്യിൽ പിടിച്ച് രക്ഷിക്കുന്നുണ്ട്. എന്തുപറ്റി നിധി? സാരി തട്ടിയതാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് താഴേക്ക് ഇരുന്ന് നിധിയുടെ സാരിയുടെ പ്ലീറ്റ്സുകളെല്ലാം ശരിയാക്കി കൊടുക്കുന്നു. ഈ സീനും ഇരുവരും തമ്മിലുള്ള മനോഹരവും സ്നേഹവും കരുതലും കാണിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു നിമിഷമാണ്. പിന്നീട് സുനന്ദയും ലളിതയും വിവാഹത്തിനെത്തുന്നു. സുനന്ദയാണെങ്കിൽ നിധിയെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ലളിതയുടെ കാലിന് ഉളുക്ക് പറ്റിയ കാര്യം പറയുകയും എല്ലാവരും സുഖവിവരങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം സുനന്ദ ചാന്ദിനിയെ കാണാനായിട്ട് പോകുന്നു. ചാന്ദിനിയാണെങ്കിൽ എഴുന്നേറ്റ് സംസ്കാരം പറയുമ്പോൾ സുനന്ദ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ചാന്ദിനി ലക്കിയാണ്, സുഭാഷേട്ടൻ നിന്നെ നന്നായി നോക്കും എന്ന് സുനന്ദ പറയുന്നുണ്ട്. ചാന്ദിനി മലയാളം കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ വിവാഹവേദി മുഴുവൻ സന്തോഷവും ചിരിയും നിറഞ്ഞ അന്തരീക്ഷമാണ്. ഭാസ്കരനും ലളിതയും തമ്മിലുള്ള ചെറിയ തമാശകളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ സുഭാഷിനെ വിളിക്കാനായിട്ട് വരുന്നു. തിരുമേനി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സുഭാഷിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാണ്. നിധിയും സുനന്ദയും നീതുവും ചേർന്ന് ചാന്ദിനിയെയും മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിനാഷ് ചാന്ദിനിയുടെ കൈ പിടിച്ച് സുഭാഷിൻ്റെ അരികിലിരുത്തുന്നു. ചാന്ദിനിക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ നീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നീതു ഹരീഷിൻ്റെ കൈ പിടിച്ച് അവൻ്റെ അടുത്ത് നിൽക്കുന്നത്. എല്ലാവരും നോക്കുന്നുണ്ടെന്ന് ഹരീഷ് പറയുമ്പോഴും നീതു അതൊന്നും കാര്യമാക്കുന്നില്ല. പകരം ഹരീഷിൻ്റെ ഫോൺ എടുത്ത് സെൽഫി എടുക്കുകയാണ്. ഇത് കണ്ട് സുധീഷും നികേഷും ചിരിക്കുന്നു. പക്ഷേ ചന്ദ്രനും സീതയ്ക്കൊന്നും അത്ര സന്തോഷമില്ല. നീതുവിൻ്റെ മാതാപിതാക്കൾ അവളെ തുറച്ചു നോക്കുന്നത് ഹരീഷ് ശ്രദ്ധിക്കുന്നു. എന്നാലും നീതു വീണ്ടും ഹരീഷിനൊപ്പം ഫോട്ടോസ് എടുക്കുകയാണ്. അങ്ങനെ ചെറിയ തമാശകൾക്കിടയിൽ വിവാഹ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നു. തിരുമേനി സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും കയ്യിലേക്ക് പൂമാല കൊടുക്കുന്നു. ഇരുവരും പരസ്പരം പൂമാല അണിയിക്കുന്നുണ്ട്. എല്ലാവരും കണ്ണു നിറഞ്ഞ സന്തോഷത്തോടെ ആ ഒരു കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് തിരുമേനി താലി സുഭാഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. സുഭാഷാണെങ്കിൽ ചാന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷമാണുള്ളത്.
ചാന്ദിനിയുടെ മുഖത്ത് പ്രതീക്ഷകളും സന്തോഷമൊക്കെ ഉണ്ട്. സുഭാഷാണെങ്കിലും വളരെയധികം ഹാപ്പിയാണ്. പക്ഷേ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ വെടിയൊച്ച കേൾക്കുന്നത്. എല്ലാവരും ഞെട്ടിത്തെരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുന്നു. സുഭാഷും ചാന്ദിനിയും പോലും ഭയന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ചാന്ദിനിയുടെ അങ്കിളും ഗുണ്ടകളും തോക്കുകളുമായിട്ട് അകത്തേക്ക് കയറി വരുന്നത്. വിവാഹവേദിയുടെ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ട് ഭയത്തിലേക്ക് മാറുകയാണ്. അവിനാശാണെങ്കിൽ അവരെ തടയാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ തോക്കുമായിട്ട് വന്നിരിക്കുന്നതിനാൽ ആരും എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. സുഭാഷും നികേഷും ഹരീഷും സുധീഷും ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അങ്കിൾ നേരെ ചാന്ദിനിയുടെ നേരെ തോക്ക് ചൂണ്ടാണ്. മര്യാദയ്ക്ക് എല്ലാവരും ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ കൊന്നുകളയും എന്ന ഭീഷണി കേട്ട് എല്ലാവരും ഭയന്നു പോകുന്നു. അങ്കിളാണെങ്കിൽ ചാന്ദിനിയെ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാനായിട്ട് തുടങ്ങുന്നു. ചാന്ദിനി കരഞ്ഞുകൊണ്ട് തന്നെ വിടാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുന്നില്ല. അവിനാശ് പിന്നാലെ പോകുമ്പോൾ അങ്കിൾ അദ്ദേഹത്തെയും പിടിക്കുന്നു. അങ്ങനെ ചാന്ദിനിയെയും അവിനാശിനെയും ഗുണ്ടകൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. സുഭാഷ് വേദനയോടെ ചാന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് പിന്നാടെ ഓടുന്നു. പക്ഷേ തോക്ക് കാണിച്ച് എല്ലാവരെയും തടയാണ് ഗുണ്ടകൾ. പിന്നാലെ വരരുതെന്ന് പറഞ്ഞ് അവർ ചാന്ദിനിയെയും അവിനാശിനെയും കൊണ്ടുപോകുന്നു. ചാന്ദിനി വണ്ടിയിലേക്ക് കയറുമ്പോഴും സുഭാഷിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സുഭാഷിനും ഒന്നും ചെയ്യാനാകാതെ അവിടെ നിൽക്കേണ്ടി വരികയാണ്. ഇവിടെയാണ് ഈ ഒരു എപ്പിസോഡ് ശരിക്കും ഒരു വലിയ ട്വിസ്റ്റിലേക്ക് എത്തുന്നത്. വിവാഹം നടക്കാൻ പോകുന്ന അവസാന നിമിഷം വരെ സന്തോഷത്തിൽ നിന്നിരുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ചാന്ദിനിയെ തോക്കിൻ മുന്നിൽ കൊണ്ടുപോയത്. സുഭാഷ് തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. സുധീഷും നികേഷും ഹരീഷും എല്ലാവരും സുഭാഷിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ പറയുന്നത് തോക്കുമായിട്ട് ആളുകൾ വിവാഹത്തിന് വരുന്നത് തന്നെ വലിയ അപകടം ആയിരുന്നു എന്നാണ്. ഒരു ക്ഷേത്രത്തിൽ വെച്ച് പോലും ഇങ്ങനെ തോക്ക് കാണിച്ച് പെണ്ണിനെ കൊണ്ടുപോകേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് എല്ലാവരും ചോദിക്കുന്നു. ചാന്ദിനിയുടെ സമ്മതത്തോടെയാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചതോ അതോ അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും സുഭാഷ് ഒന്നും പ്രതികരിക്കാതെ വലിയ വിഷമത്തിൽ നിൽക്കുകയാണ്. കാരണം താൻ ഏറ്റവും സന്തോഷത്തോടെ കാത്തിരുന്ന വിവാഹം താലി കെട്ടാൻ പോകുന്ന അവസാന നിമിഷത്തിലാണ് തകർന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ചാന്ദിനിയെയും അവിനാശിനെയും അവരെവിടേക്കാണ് കൊണ്ടുപോയത്? സുഭാഷിനി എന്ത് ചെയ്യും? അവരെ രക്ഷിക്കാനായിട്ട് സുഭാഷും സുധീഷും ഹരീഷും നികേഷും ചേർന്ന് എന്തെങ്കിലും നീക്കം നടത്തുമോ? അതുപോലെ തന്നെ ചാന്ദിനിയുടെ അങ്കിളിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ചാന്ദിനിയുടെയും സുഭാഷിൻ്റെയും വിവാഹം ഇനി നടക്കുമോ അതോ ഈ വിവാഹം പൂർണ്ണമായിട്ടും തകർന്നു പോകുമോ? ഇതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ഇതുവരെ വളരെ സന്തോഷത്തോടെയും ആഘോഷത്തോടെയും മുന്നോട്ട് പോയിരുന്ന വിവാഹവേദിയെ ഒരു നിമിഷം കൊണ്ട് വലിയൊരു ദുരന്തത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു സംഭവം. പ്രത്യേകിച്ച് താലികെട്ടൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വെടിയച്ച കേൾക്കുന്നതും ഗുണ്ടകൾ തോക്കുമായിട്ട് എത്തുന്നതും ചാന്ദിനിയെ പിടിച്ചുകൊണ്ടു പോകുന്നതൊക്കെ വലിയൊരു സസ്പെൻസിലേക്ക് തന്നെയാണ് എപ്പിസോഡിന് കൊണ്ടുപോയിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റിവ്യൂമായിട്ട് കാണാം. താങ്ക്